ബി.ജെ.പിയുടെ അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. സി.ബി ജോസഫ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും. സി.ബി, ആരൊക്കെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടപിടിച്ചിട്ടുണ്ട്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? വിനീഷ, ബി.ജെ.പിയുടെ അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ 111 പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ ബി.ജെ.പി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും കേരളത്തിലെ 4 സ്ഥാനാർത്ഥികളുടെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ വയനാട്ടിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കും. ആലത്തൂരിൽ ഡോക്ടർ ടി.എൻ. സരസു, എറണാകുളത്ത് കെ.എസ്. രാധാകൃഷ്ണൻ, കൊല്ലത്ത് നടൻ ജി. കൃഷ്ണകുമാർ എന്നിവരാണ് മത്സരിക്കുക. അങ്ങനെ കേരളത്തിൽ ഇപ്പോൾ സമ്പൂർണ്ണ എല്ലാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വരുൺ ഗാന്ധിക്ക് യു.പിയിൽ സീറ്റില്ല എന്നുള്ളതാണ്. വരുൺ ഗാന്ധി ഇത്തരത്തിൽ കേന്ദ്ര നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. വരുൺ ഗാന്ധിക്ക് ഇത്തവണ സീറ്റില്ല. വരുൺ ഗാന്ധിയുടെ മണ്ഡലമായ ഫിലിപ്പിത്തിൽ ജിതിൻ പ്രസാദിയാണ് സ്ഥാനാർത്ഥി. അതുകൂടാതെ എന്നാൽ അമ്മയായ മേനകാ ഗാന്ധിക്ക് സുൽത്താൻപൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ സീറ്റ് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, രവിശങ്കർ പ്രസാദ് പട്ന സാഹിബ് മണ്ഡലത്തിലും, കൂടാതെ ബോളിവുഡ് നടി കങ്കണ റണൌട്ട് ഹിമാചലിലെ മാണ്ഡയിൽ മത്സരിക്കും. അതുകൂടാതെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒഡീഷ സംബൽപുരി മത്സരിക്കും. കൂടാതെ ഈ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് വന്ന ആളുകൾക്കും ബി.ജെ.പി സീറ്റ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുരുക്ഷേത്രയിൽ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലെത്തിയ നവീൻ ജിണ്ടൽ സ്ഥാനാർത്ഥിയാകും. കൂടാതെ ഒഡീഷയിലെ സംബൽപുരിൽ നിന്നും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ജനവിധി തേടും. അത്തരത്തിൽ ഈ ബി.ജെ.പി കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ വന്നവർക്കും സീറ്റ് നൽകിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ ഇപ്പോൾ കെ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കും, കൃഷ്ണകുമാർ കൊല്ലത്ത് മത്സരിക്കും. അങ്ങനെ കേരളത്തിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. 111 സ്ഥാനാർത്ഥികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിനീഷ, ശരി. ബി.ജെ.പിയുടെ അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ദില്ലിയിൽ നിന്ന് സി.ബി ജോസഫ് നൽകുകയായിരുന്നു വിശദാംശങ്ങൾ.